ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ പോകുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ധൈര്യമായിട്ട് പറയാം, അത് കമ്പനി ബോർഡ് LGS ആണ്. അപ്പം മക്കളെ, നിങ്ങൾ എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സാം ആണ് വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ് എക്സാം. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല എങ്കിലും കുറച്ച് പേരെങ്കിലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. സോ ഈ 10th ലെവൽ പ്രിലിംസ് എക്സാമിൽ പ്രധാനമായിട്ടും 3 പോസ്റ്റുകളാണ് കടന്നു വരുന്നത്. ഒന്ന് ബെവ്കോ LD, രണ്ടാമത്തത് കമ്പനി ബോർഡ് LGS, മൂന്നാമത്തത് സ്റ്റോർ അസിസ്റ്റന്റ്. ഈ 3 പോസ്റ്റുകളെയും അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ പോകുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ധൈര്യമായിട്ട് പറയാം, അത് കമ്പനി ബോർഡ് LGS ആയിരിക്കും. അത് വെറുതെ പറയുന്നതല്ല, നിലവിലുള്ള കമ്പനി ബോർഡ് LGS എന്ന പോസ്റ്റിന്റെ നിയമനങ്ങളുടെ എണ്ണം വെച്ചിട്ട് പറയാം. സോ നമുക്ക് നിലവിലെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന എക്സാമിന്റെ നിയമനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ലിസ്റ്റ് വന്നത് 12/1/2024 വന്ന കമ്പനി ബോർഡ് LGSന്റെ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 20/6/2026 അതായത് ജൂൺ മാസം 20-ാം തീയതിയാണ് അവസാനം കമ്പനി ബോർഡ് LGS എന്ത് ചെയ്തിരിക്കുന്നത് അഡ്വൈസ് പോയിരിക്കുന്നത്. സോ ടോട്ടൽ അഡ്വൈസ് ഒന്ന് നോക്കിക്കടാ, 3064 പേർക്ക് നിലവിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പോസ്റ്റിലേക്ക് അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ലിസ്റ്റ് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. 2024 വന്ന ലിസ്റ്റ് ആണ്. സോ 3 വർഷം കാലാവധി ഉണ്ട്. 2027 എന്ത് ചെയ്യുള്ളൂ, ലിസ്റ്റ് അവസാനിക്കുള്ളൂ. സോ ഈ 3064 പേർക്ക് ഇതുവരെ അഡ്വൈസ് പോയെന്ന് പറയുന്ന എണ്ണം ഇനിയും എന്ത് ചെയ്യും, കൂടും. സോ അഡ്വൈസുകൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് LGS. അതേപോലെ ലിസ്റ്റ് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. മെയിൽ കാറ്റഗറി നോക്കുവാണെങ്കിൽ അതിൽ OCക്ക് 2608 വരെയുള്ള ആ റാങ്ക് വരെയുള്ള ആൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. അതേപോലെ ഫീമെയിൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 2604 വരെയുള്ള റാങ്കുള്ള ആൾക്ക് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. അതേപോലെ സപ്ലിമെന്ററി കാറ്റഗറിയിലൊക്കെയുള്ള സപ്ലിമെന്ററി കാറ്റഗറിയിലും ആ ഒരു സപ്ലിമെന്ററി ലിസ്റ്റ് ഉള്ളവർക്ക് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് പോയ ഒരു പോസ്റ്റ് ആണ് എന്താ, കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. സോ ഇനിയും പഠിക്കാത്തവർക്കുള്ള നല്ലൊരു മറുപടിയാണ് നമ്മുടെ വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS അല്ലെങ്കിൽ അതിലേക്കുള്ള 10th പ്രിലിംസ് അല്ലെ. നിങ്ങളുടെ കമ്പനി ബോർഡ് LGS എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് 10th പ്രിലിംസ് എന്ന് പറയുന്നത്. സോ ഇനിയും 10th പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാത്തവരോട് 10th പ്രിലിംസിന്റെ എക്സാം ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. 1st ഉം 2nd ഉം സ്റ്റേജുകാർക്ക് ജൂലൈ 18-ാം തീയതിയും 3rd ഉം 4th ഉം സ്റ്റേജുകാർക്ക് ഓഗസ്റ്റ് 1-ാം തീയതിയുമാണ് എക്സാംസ് വരിക. സോ മക്കളെ, ഇനിയും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. കാരണം ഒരുപാട് പേര് നിങ്ങൾ കുറെ പേരെങ്കിലും എന്ത് ചെയ്യും, എളുപ്പത്തിൽ ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരായിരിക്കും. കമ്പനി ബോർഡ് LGSനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 7th ലെവൽ പോസ്റ്റ് ആണ്. സോ ക്വസ്റ്റ്യൻസിന്റെ ടഫ്നെസ് ഒന്നും എന്ത് ചെയ്യില്ല, അത്രയും വലിയ ലെവലിലേക്ക് പോവില്ല. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യണം, ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം. സോ ആ ഒരു മെയിൻസ് എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, പ്രിലിംസ് എക്സാം ക്രാക്ക് ചെയ്യണം. സോ ഈ 10th പ്രിലിംസിന് വേണ്ടി എന്ത് ചെയ്യണം, നിങ്ങൾ കുറച്ചുകൂടി സീരിയസ്നെസ്സിൽ എന്ത് ചെയ്യാം, ഇനിയെങ്കിലും എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങുക. അത് പഠിച്ച് പ്രിലിംസ് ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒക്ടോബറിലെ മെയിൻസ് എക്സാമും കൂടി ക്ലിയർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആ ഒരു ജോലിയിലേക്ക് എത്താം. സോ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ എന്ത് ചെയ്യുക, കുറച്ചും കൂടി നല്ല രീതിയിൽ എന്ത് ചെയ്യുക, സീരിയസ്നെസ്സോടുകൂടി പഠിക്കുക. വരാൻ പോകുന്ന 10th പ്രിലിംസ് എന്ത് ചെയ്യുക, ക്രാക്ക് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടൊരു സിലബസ് ആണ്. സിലബസ് ഞാൻ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഉൾപ്പെടുത്തിയതേ ഉള്ളൂ അല്ലെ. 80 മാർക്കിന് GK യും അതേപോലെ 20 മാർക്കിന് എന്താണ് മാത്സും ആണ്. GK എന്ന് പറയുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ജനറൽ സയൻസ് കയറി വരുന്നുണ്ട്, അതേപോലെ കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, അതേപോലെ ഹിസ്റ്ററി, ജോഗ്രഫി എന്ന ഭാഗത്തു നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, 10 മാർക്കോളം എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ സിലബസ് എന്ത് ചെയ്യാം, ഇതിന്റെ ഹോട്ട് ടോപ്പിക്സ് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്ത് എന്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ പഠനം എന്ത് ചെയ്യുക, കുറച്ചും കൂടി വേഗത്തിലാക്കുക, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. അതേപോലെ PYQs പ്രാക്ടീസ് ചെയ്യുക, ഹോട്ട് ടോപ്പിക്സ് ഒക്കെ അനലൈസ് ചെയ്ത് എന്ത് ചെയ്യുക, മുന്നോട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. കോൺഫിഡൻസ് ആയിട്ട് എന്ത് ചെയ്തോ, പ്രിപ്പയർ ചെയ്തോ, തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ 10th പ്രിലിംസ് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ 10th പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തവർക്ക്, അതേപോലെ കമ്പനി ബോർഡ് LGS എയിം ചെയ്ത് പഠിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് വരാൻ പോകുന്ന 2027 LDC എക്സാം എന്ന് പറയുന്നത്. സോ ആ LDC എക്സാമിന് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ, അത് ടാർഗറ്റ് ചെയ്ത് വെച്ച് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ സൂപ്പർ നോട്ട്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന LDC പ്രൈം ബാച്ചിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. സോ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ബാക്കി കാര്യങ്ങൾക്കുമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിലെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതി. സോ ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ.